السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാതുഹ എന്ന മഹത്തായ ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ ഷർത്തുകൾക്ക് ശേഷം നിസ്കാരത്തിന്റെ റുക്നുകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. 14 റുക്നുകളാണ് നിസ്കാരത്തിന് ഉള്ളത്. അതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, അൽ ഖിയാമു മഅൽ ഖുദ്റതി, നിൽക്കാൻ കഴിവുള്ളവർ നിന്നുകൊണ്ട് നിസ്കരിക്കണം. രണ്ടാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാം, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ തക്ബീർ. മൂന്നാമത്തേത് ഖിറാഅത്തു സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ എന്ന റുക്നിന്റെ കൂടെ ഷെയ്ഖ് റഹിമഹുല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വളരെ മഹത്തരമായ കാര്യങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത്. അഥവാ പ്രാരംഭ പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം ഉണർത്തി. ശേഷം സൂറത്തുൽ ഫാത്തിഹയുടെ ലഘു വിശദീകരണം അദ്ദേഹം പറയുകയാണ്. അഥവാ മുന്നേ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സൂറത്തുൽ ഫാത്തിഹ എന്ന ഈ മഹത്തായ സൂറത്ത് കേവലം പാരായണം ചെയ്തു പോവുക എന്നതിലുപരി അതിന്റെ അർത്ഥം ഉൾക്കൊള്ളാൻ, അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന അൽ ഇസ്തിആദ, കാവലിനെ ചോദിക്കുക എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബസ്മല, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിലൂടെയാണ്. സർവ ലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അർ-റഹ്മാനിർ റഹീം, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ റഹ്മാനും റഹീമുമാണ്. അതിന്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കിയതാണ്. മാലികി യൗമിദ്ദീൻ, അല്ലാഹു തആല പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാകുന്നു. പ്രതിഫല ദിനവുമായി ബന്ധപ്പെട്ട തെളിവുകളും വിശദീകരണവും നമ്മൾ മനസ്സിലാക്കി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ ഐ ലാ നഅ്ബുദു ഗൈറക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ ആദ്യ ഭാഗം ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്താണ് അതിന്റെ അർത്ഥം. ഐ ലാ നഅ്ബുദു ഗൈറക, അല്ലാഹുവേ നീയല്ലാത്ത ഒരാളെയും ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയില്ല. ഷെയ്ഖ് വിശദീകരിക്കുന്നു, അഹ്ദുൻ ബൈനൽ അബ്ദി വ ബൈന റബ്ബിഹി, ഈ പറഞ്ഞ വാചകം ഒരടിമക്കും അവന്റെ റബ്ബിനും ഇടയിലുള്ള കരാറാകുന്നു. കഴിഞ്ഞ ദർസിൽ സൂറത്തുൽ അറാഫിലെ ആയത്ത് നമ്മൾ കേട്ടതാണ്. അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരും നമ്മുടെ പിതാവിന്റെ മുതുകിലായിരിക്കെ നമ്മോട് കരാറ് വാങ്ങിയിട്ടുണ്ട്. ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? നമ്മളെല്ലാവരും ബല എന്ന് ഉത്തരം പറഞ്ഞിട്ടുമുണ്ട്. അതേ റബ്ബേ, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്. മാത്രമല്ല, നമ്മൾ ആ പറഞ്ഞ ഉത്തരത്തിന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സാക്ഷികളാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് സൂറത്തുൽ അറാഫിലൂടെ അള്ളാഹു അറിയിച്ചതാണ്. അള്ളാഹുവുമായി ഒരടിമ ഏർപ്പെട്ടിട്ടുള്ള കരാറാണിത്. അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, അഥവാ നീയല്ലാത്ത ഒരാളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല, ഇബാദത്ത് ചെയ്യുകയില്ല. അല്ലാ യഅ്ബുദ ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും ആരാധിക്കുകയില്ല എന്നതാണ് ഇയ്യാക നഅ്ബുദു എന്ന വാക്കിലൂടെ ഒരടിമ പ്രഖ്യാപിക്കുന്നത്. വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. അഹദുൻ ബൈനൽ അബ്ദി വ ബൈന റബ്ബിഹി,
ഒരടിമക്കും അവന്റെ റബ്ബിനും ഇടയിലുള്ള കരാറാകുന്നു. അല്ലാഹുവല്ലാത്ത ഒരാളോടും അല്ലാഹുവിനോട് ചോദിക്കേണ്ട രൂപത്തിലുള്ള ഒരു തേട്ടവും ഒരു സഹായാർത്ഥനയും നടത്തുകയില്ല. ഇതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ആയത്ത് ഒരടിമ പാരായണം ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അല്ലാഹു തആല പറയും, ഹാദാ ബൈനി വ ബൈന അബ്ദി, ദെനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള കരാറാകുന്നു. വലിഅബ്ദി മാ സഅല, എന്റെ അടിമ എന്താണോ ചോദിക്കുന്നത് അത് അവനുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരടിമ 17 തവണ പ്രഖ്യാപിക്കുകയാണ് നിസ്കാരത്തിലൂടെ. 5 നേരത്തെ നിസ്കാരത്തിലൂടെ ഓരോ അടിമയും ഈ മഹത്തായ ആദർശം പ്രഖ്യാപിക്കുകയാണ്. ഈ ആയത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ഇത് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, പിന്നെ അല്ലാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു തേടാനോ ഒരാൾക്കും ഇബാദത്തുകൾ നൽകാനോ നമുക്ക് പാടില്ല, സാധ്യമല്ല, സാധിക്കുകയില്ല. അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് അത്തരം ഇബാദത്തുകൾ നൽകുകയാണെങ്കിൽ അത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെതിരാണ്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, അഥവാ നീയല്ലാത്ത ഒരാളെയും ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയില്ല, ആരാധിക്കുകയില്ല, അവർക്കൊന്നും ആരാധനയുടെ ഒരംശവും നൽകുകയില്ല. അതോടൊപ്പം പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ തൊട്ടു മുന്നേ പറഞ്ഞ ഇബാദത്തിന് അല്ലാഹുവേ നീ സഹായിക്കണം, ഞങ്ങളെ നിന്റെ സഹായം കിട്ടണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവേ നിന്റെ കഴിവോ ശക്തിയോ ഇല്ലാതെ നമുക്ക് സ്വന്തമായി യാതൊന്നും കഴിയില്ല. അതുകൊണ്ട് നീയല്ലാത്ത ഒരാളോടും ഞങ്ങൾ സഹായം തേടുന്നില്ല. നിന്നെ ആരാധിക്കണമെങ്കിൽ, നിനക്ക് ഇബാദത്തുകൾ സമർപ്പിക്കണമെങ്കിൽ റബ്ബേ നീ ഞങ്ങളെ സഹായിക്കണം. ഇങ്ങനെ വലിയ ആശയം ഉൾക്കൊള്ളുന്ന മഹത്തായ ആയത്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്. പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം, സൂറത്തുൽ ഫാത്തിഹ ആദ്യം മുതൽ പരിശോധിച്ചു നോക്കിയാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അർറഹ്മാനിർ റഹീം, അവൻ റഹ്മാനും റഹീമുമാകുന്നു, അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനും സൃഷ്ടികൾക്ക് കാരുണ്യം ചൊരിയുന്നവനുമാകുന്നു. മാലിക് യൗമിദ്ദീൻ, അവൻ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാകുന്നു. അതിനുശേഷം സഹോദരങ്ങളെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ, ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയും ചെയ്യുന്നു. എന്താണ് ആദ്യം പറഞ്ഞതും ഈ ആയത്തും തമ്മിലുള്ള വ്യത്യാസം? ആദ്യം പറഞ്ഞത് അല്ലാഹു അവൻ സർവ ലോകങ്ങളുടെയും റബ്ബാകുന്നു, അവനാകുന്നു സർവസ്തുതിയും, അവൻ റഹ്മാനും റഹീമുമാണ്, അവൻ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ ആയത്തിലേക്ക് എത്തുമ്പോൾ നേരിട്ട് സംസാരിക്കുന്ന രൂപമാണ് അല്ലാഹു അറിയിച്ചിട്ടുള്ളത്. ഇയ്യാക എന്ന് നേരിട്ട് അഭിസംബോധന ചെയ്യുമ്പോഴാണ് പറയുക. അതുവരെ അല്ലാഹു അവൻ എന്നു പറഞ്ഞ ഒരു അടിമ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന തൗഹീദിന്റെ വാചകത്തിലേക്ക്, ഈ ആയത്തിലേക്ക് എത്തുമ്പോൾ നീ എന്ന് അല്ലാഹുവിനെ അഭിസംബോധന ചെയ്യുകയാണ്. അഥവാ അല്ലാഹുവിനോട് നേരിട്ട് പറയുന്നത് പോലെ, റബ്ബേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, അല്ലാഹുവേ നീയല്ലാത്ത ഒരാളോടും ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയില്ല റബ്ബേ. ഒരടിമ അല്ലാഹുവിനോട് നേരിട്ട് പറയുകയാണ്, അല്ലാഹുവേ നീ എന്ന് വിളിക്കുകയാണ്. അഥവാ നീ എന്ന് നമ്മൾ വിളിക്കുക എപ്പോഴാണ്? പരസ്പരം ഒരു കാര്യകാരണ ബന്ധമുണ്ടാവണം. ഒന്നല്ലെങ്കിൽ കാണണം, അതല്ലെങ്കിൽ കേൾക്കണം. അങ്ങനെ ഒരു സംസാര പരിധിയിൽ ഉണ്ടാവുമ്പോഴാണ് പൊതുവെ നീ എന്ന് അഭിസംബോധന ചെയ്യുക. അല്ലെങ്കിൽ അയാൾ, അവൻ, അദ്ദേഹം എന്നൊക്കെയാണ് പറയുക. അടുത്തില്ലാത്ത ഒരാളെ കുറിച്ച് പറയുന്ന രൂപമാണ് ഉപയോഗിക്കുക. ആദ്യത്തെ 3 ആയത്തുകളിലും അങ്ങനെയാണ് ഉപയോഗിച്ചത്. അല്ലാഹു, അവൻ. എന്നാൽ ഇയ്യാക നഅ്ബുദു എന്നതിലേക്ക് എത്തിയപ്പോൾ അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. പരിശുദ്ധ ഖുർആനിന്റെ, അല്ലാഹുവിന്റെ കലാമിന്റെ അത്ഭുതകരമായ രീതിയാണ്, രൂപമാണ് ഈ പറഞ്ഞ രൂപം.
അതിലൂടെ സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഇത്ര ആത്മാർത്ഥമായി ഈ ആയത്ത് പാരായണം ചെയ്ത ഒരു മനുഷ്യന്, ഒരു മുസ്ലിമിന് എങ്ങനെയാണ് പിന്നെ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാൻ സാധിക്കുക? അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ എന്ന ചോദ്യം പരിശുദ്ധ ഖുർആനിൽ മുഴങ്ങി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ ആ ചോദ്യം നമ്മുടെ കാതുകളിലേക്ക് വന്നടിക്കണം. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ. ഇയ്യാക നഅ്ബുദു എന്ന് 17 തവണ റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിമിന് പിന്നെ അവന്റെ പ്രയാസങ്ങൾ പറയാൻ, അവന്റെ പ്രശ്നങ്ങൾ പറയാൻ, അവന്റെ ആവശ്യങ്ങൾ ചോദിക്കാൻ അല്ലാഹു അല്ലാത്ത മറ്റു മധ്യവർത്തികൾ എന്തിനാണ് ഇടയിൽ? അല്ലാഹുവേ നീ, അല്ലാഹുവേ നിന്നെ മാത്രം, അല്ലാഹുവേ നിന്നോട് മാത്രം എന്ന് പറയുന്ന അടിമക്ക് എന്തുകൊണ്ട് അവന്റെ ആവശ്യങ്ങൾ ചോദിച്ചൂടാ? എന്തിന് അല്ലാഹു അല്ലാത്തവരെ ഇടയിൽ നിർത്തുന്നു? നേരിട്ട് റബ്ബിനോട് അഭിസംബോധന ചെയ്യുന്നു ഓരോ മുസ്ലിമും. അതുകൊണ്ട് സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ പഠിക്കുമ്പോൾ ഈ ആയത്തിനെ കുറിച്ച് നമ്മൾ നന്നായി ഉറ്റാലോചിക്കണം, ചിന്തിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമാണ് ഈ ആയത്തിലുള്ളത്. ഇത് ശരിയായ രൂപത്തിൽ ഒരാൾ ഉൾക്കൊണ്ടാൽ, പഠിച്ചാൽ, പിന്നെ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും റബ്ബിന് നൽകേണ്ട ഇബാദത്ത് നൽകുകയില്ല. പ്രാർത്ഥന ഇബാദത്താണ്. അല്ലാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. തങ്ങളെ അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങളെ കാണുന്നില്ലേ, ഞങ്ങളെ നോക്കുന്നില്ലേ, നമ്മളെ പ്രശ്നങ്ങൾ തീർക്കുന്നില്ലേ, ഞങ്ങളെ അങ്ങ് സഹായിക്കണം, അതുപോലെ ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള സഹായതേട്ടം, ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടുകൊണ്ട് നടത്തുന്ന ആളുകൾ എവിടെയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനുമായി അവർക്കുള്ള ബന്ധം? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു എന്ന് എന്തുകൊണ്ട് അർത്ഥം പറയുന്നു? അങ്ങനെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. എവിടാണ് ഈ ആയത്തിൽ മാത്രം എന്ന് കിട്ടുക? ആ മാത്രം എന്ന വാക്കിലാണ് ഇവിടെയുള്ള പല ആളുകൾക്കും പ്രശ്നം. അല്ലാഹു മാത്രം, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും പ്രയാസമുണ്ടാകും. കാരണം അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ, സഹായാർത്ഥന എന്ന പേരിൽ നേരിട്ട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രം എന്ന് കേൾക്കുമ്പോൾ പഴയകാലത്ത് മുശ്രിക്കുകൾക്കുണ്ടായതുപോലെയുള്ള വിറളി പിടിക്കും അവർക്ക്. അതിന്നും നമുക്ക് കാണാം. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്നുവരെ പല മുസ്ലിയാക്കന്മാരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ബദരീങ്ങൾ പഠിപ്പിച്ച ആദർശമാണ്. ഇയ്യാക നഅ്ബുദു എന്നതിൽ എവിടെയാണ് മാത്രം എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. വർഷങ്ങളോളം അറബി ഭാഷ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന, ഒരുപാട് കാലം അറബിയിൽ കിതാബോദി എന്ന് പറയുന്ന ആളുകളാണ് ചോദിക്കുന്നത്, എവിടെയാണ് മാത്രം? എന്തുകൊണ്ട് മാത്രം എന്ന അർത്ഥം വെക്കുന്നു? അറബി ഭാഷയിൽ സാധാരണ അല്ലാഹുവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയാൻ നഅ്ബുദു ഇയ്യാക എന്ന് പറഞ്ഞാൽ മതി. നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, ഇയ്യാക അല്ലാഹുവേ നിന്നെ എന്നാണ് അറബി ഭാഷയിൽ സാധാരണഗതിയിൽ പറയുക. എന്നാൽ ഇയ്യാക എന്ന് ആദ്യം പറഞ്ഞതോടുകൂടി അല്ലാഹുവേ നിന്നെ മാത്രം എന്നർത്ഥം കിട്ടും. തഖ്ദീമുൽ മഅമൂൽ എന്നാണ് അറബി ഭാഷയിലെ നിയമം. പഠിച്ച ആളുകൾക്ക് അതറിയാം. അതിനെക്കുറിച്ച് പറയുക. അല്ലാഹുവേ നിന്നെ എന്ന് ആദ്യം പറഞ്ഞപ്പോൾ അതോടുകൂടി ഹസ്റിന്റെ അർത്ഥം കിട്ടി. ഹസ്റിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം. അല്ലാഹുവേ നിന്നെ മാത്രം എന്ന് അർത്ഥം വെക്കാനുള്ള കാരണം അതാണ്. വഇയ്യാക നസ്തഈൻ, അവിടെയും അല്ലാഹു പറഞ്ഞു വഇയ്യാക, അല്ലാഹുവേ നിന്നെ എന്ന് ആദ്യം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ടാണ് നസ്തഈനു എന്ന് പറയുന്നത്. നഅ്ബുദു എന്നും നസ്തഈനു എന്നും ഇയ്യാകക്ക് ശേഷമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തുഫീദുൽ ഹസ്ർ, അവിടെ മാത്രം എന്ന അർത്ഥം കിട്ടും. അല്ലാഹുവേ നിന്നെ മാത്രം, നിന്നോട് മാത്രം എന്നർത്ഥം അതിലൂടെ കിട്ടും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. ഇബാദത്തിന്റെ എന്തൊക്കെ ഇനങ്ങളുണ്ടോ, ഏതൊക്കെ ഇനങ്ങളുണ്ടോ അത് റബ്ബിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ആയത്ത്
വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മൾ ഓരോരുത്തരുമാണ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ നഅ്ബുദു നസ്തഈനു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ന ബഹുവചനമാണ് അവിടെ അള്ളാഹു ഉപയോഗിച്ചത്. അഅ്ബുദു അസ്തഈനു എന്നാണ് പൊതുവെ ഞാൻ ആരാധിക്കുന്നു, ഞാൻ സഹായാർത്ഥന നടത്തുന്നു എന്ന് പറയുക. എന്നാൽ ഇവിടെ ജംഇന്റെ രൂപമാണ് അള്ളാഹു നൽകിയത്, അഥവാ ബഹുവചനത്തിന്റെ രൂപമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വളരെ മനോഹരമായ ചില ഗുണപാഠങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നഅ്ബുദു വനസ്തഈനു എന്നൊരടിമ പറയുമ്പോൾ അതിൽ അള്ളാഹുവിനെ പുകഴ്ത്തലുണ്ട്. അള്ളാഹുവെ ഞാൻ എന്ന് പറയുന്നതിനു പകരം അള്ളാഹുവെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, അള്ളാഹുവെ ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ നിന്നിലേക്ക് ആവശ്യക്കാരനാണ്. പക്ഷേ അള്ളാഹുവെ ഞാൻ മാത്രമല്ല റബ്ബേ, ഒരുപാട് ആളുകളുണ്ട് നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, നിന്നോട് മാത്രം സഹായാർത്ഥന നടത്തുന്ന മുഅ്മിനീങ്ങൾ, ധാരാളക്കണക്കിന് ആളുകൾ അള്ളാഹുവെ നിന്റെ അടിമകളായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിന്നിലേക്ക് ആവശ്യക്കാരാണ്, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയുള്ളൂ. അള്ളാഹുവെ നീ ധന്യനാണ്, നിനക്ക് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. ഞാനെന്ന് ഒറ്റക്ക് പറയുന്നതിന് പകരം എല്ലാവരെയും ചേർത്തു പറയുന്നതിലൂടെ അള്ളാഹുവിനെ പുകഴ്ത്തലും അടിമകളുടെ ദുർബലത അറിയിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, നഅ്ബുദു വനസ്തഈനു, അഥവാ അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു എന്ന് പറഞ്ഞാൽ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിലേക്ക് സൂചന നൽകുന്നു. ചില തഫ്സീറുകളിൽ നമുക്ക് കാണാം, സംഘമായി നിസ്കരിക്കുമ്പോഴാണ് ഈ ആയത്ത് ശരിയായ രൂപത്തിൽ യാഥാർത്ഥ്യവൽക്കരിക്കാൻ സാധിക്കുക. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 25 അതല്ലെങ്കിൽ 27 ഇരട്ടി ശ്രേഷ്ഠതയുണ്ട് ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുന്നതിന്. അപ്പൊ നോക്കൂ, ഒറ്റക്ക് പറയുന്നതിനേക്കാൾ സംഘമായി അള്ളാഹുവെ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായാർത്ഥന നടത്തുന്നു. മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, നഅ്ബുദു വനസ്തഈനു എന്ന് പറയുന്നതിലൂടെ പരിശുദ്ധ ഇസ്ലാം എന്നത് ഐക്യത്തിന്റെ, ഒരുമയുടെ, ഇണക്കത്തിന്റെ മതമാണ്. നോക്കൂ, നിസ്കാരത്തിൽ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് ഒരു സൊഫിൽ തോളോട് തോള് ചേർത്ത് ഒരേ റബ്ബിനെ പുകഴ്ത്തുന്നു, ഒരേ റബ്ബിനെ പ്രശംസിക്കുന്നു, ഒരേ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, ഒരേ റബ്ബിനു വേണ്ടിയിട്ടാണ് നിസ്കാരം നിർവഹിക്കുന്നത്. അതല്ലാത്ത ഇബാദത്തുകൾ, ജക്കാത്താവട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാവട്ടെ, മുസ്ലിമീങ്ങൾ സംഘമായി ഒരുമിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇസ്ലാം എന്നത് ഒരുമയുടെയും ഐക്യത്തിന്റെയും മതമാണ് എന്നത് ഇതിലൂടെ അറിയിക്കുന്നു. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ ഇബാദത്താണ് ലക്ഷ്യം. അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതിലൂടെ ആ ഇബാദത്ത് ചെയ്യാനുള്ള സഹായം അള്ളാഹുവെ നീ നൽകണേ. ഇബാദത്താണ് ലക്ഷ്യം. ഇസ്തിആനത്ത് സഹായതേട്ടമെന്നത് മാർഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഇയ്യാക നഅ്ബുദു എന്നതിന്റെ അർത്ഥം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതാണ് വ ഇയ്യാക നസ്തഈൻ എന്നതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്, എത്ര ഗുണപാഠങ്ങളാണ് ഈ മഹത്തായ ആയത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത് എത്ര മനോഹരമാണ്, എത്ര മഹത്തരമാണ്. ഈ ആയത്ത് 17 തവണ പാരായണം ചെയ്യാൻ സൗഭാഗ്യം ലഭിക്കുക എന്നത് എത്ര മനോഹരമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. 17 തവണ നിർബന്ധമായി ഇത് പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് കേവലം വെറുതെയല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരിക്കലും ഒരു കാര്യം വെറുതെ കൽപ്പിക്കുകയില്ല, ഒരു കാര്യം അവൻ വെറുതെ നിർബന്ധമാക്കുകയില്ല, ഒരു കാര്യം അവൻ വെറുതെ ചെയ്യുകയില്ല. അവൻ ഹക്കീമാൻ, യുക്തിയുള്ളവനാണ്, അവന്റെ യുക്തി പരിപൂർണമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മഹത്തായ ആയത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, പഠിക്കുക, നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ ആശയം, അർത്ഥം കൊത്തിവെക്കുക. അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞു,
വഇയ്യാക നസ്തഈൻ എന്ന അൽ ഇസ്തിആന സഹായതേട്ടം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട സഹായതേട്ടമാണ് ഇവിടെ ഉദ്ദേശം. കാരണം അള്ളാഹു സൂറത്തുൽ മാഇദയിലൂടെ അറിയിച്ചിട്ടുണ്ട്, വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ പുണ്യത്തിലും തഖ്വയിലും പരസ്പരം സഹായിക്കുക. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചിട്ടുള്ള സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട സഹായതേട്ടം പരസ്പരം ചോദിക്കുക എന്നത് അള്ളാഹു അനുവദിച്ചതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് തൗഹീദിന് തെളിവായി ഉദ്ധരിക്കുമ്പോൾ ചില പണ്ഡിത പുരോഹിതന്മാർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഒരു ചായ ചോദിച്ചാൽ, ഭാര്യയോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ, ഒരാളോട് 10 രൂപ കടം ചോദിച്ചാൽ അതൊക്കെ ശിർക്കാണോ? അതൊരിക്കലും ശിർക്കാണെന്ന് ഒരാളും പറയുകയില്ല. കാരണം ഭാര്യ വെള്ളമെടുത്തു തരിക എന്നത്, പൈസയുള്ളവൻ കടം കൊടുക്കുക എന്നത് അയാളുടെ കഴിവിൽപ്പെട്ടതാണ്. സൃഷ്ടികൾ പരസ്പരം അത്തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നത് അള്ളാഹു അനുവദിച്ചതാണ്. ധാരാളക്കണക്കിന് തെളിവുകൾ ഖുർആനിലും സുന്നത്തിലും ആ വിഷയത്തിൽ നമുക്ക് കാണാം. മഹാന്മാരോട്, ബദരീങ്ങളോട്, മുഹീദ്ദീൻ ഷെയ്ഖിനോട്, മഖ്ബറയിലുള്ള ആളുകളോട്, അവരോട് സഹായാർത്ഥന നടത്തുന്നതും നമ്മുടെ ശബ്ദം കേൾക്കുന്ന, നമ്മെ സഹായിക്കാൻ കഴിയുന്ന ആളുകളോട് സഹായം ചോദിക്കുന്നതും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. ഒരു ഡോക്ടർ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ചികിത്സ തേടുക. അദ്ദേഹം മരിച്ചാൽ ആരും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോവുകയില്ല. ഭാര്യയോട് വെള്ളം ചോദിക്കുക ഭാര്യ വീട്ടിലുണ്ടാകുമ്പോഴാണ്. ഭാര്യ വീട്ടിലില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഭാര്യ മരണപ്പെട്ടു പോയാൽ, എടി പെണ്ണെ ഒരു ഗ്ലാസ് വെള്ളം നോക്കട്ടെ എന്നൊരാളും പറയുകയില്ല. അപ്പോ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ശിർക്കൻ സഹായതേട്ടങ്ങളും പ്രാർത്ഥനകളും ചെയ്യുന്ന ആളുകൾ സാധുക്കളായ ജനങ്ങളെ ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞ് വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് സഹായതേട്ടം എന്നത് ഈ രൂപത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റബ്ബിനോട് ചോദിക്കേണ്ടതായ സഹായതേട്ടം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാളോടും ചോദിക്കാൻ പാടില്ല. ഷെയ്ഖ് റഹിമഹുല്ലാ അടുത്ത ആയത്ത് വിശദീകരിക്കുകയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ വഴിചേർക്കണേ. ഷെയ്ഖ് പറയുന്നു, മഅന ഇഹ്ദിന. ഇഹ്ദിന എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം ദുല്ലന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അറിയിച്ചു നൽകണേ. വ അർഷിദ്ന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അതിലേക്ക് മാർഗദർശനം നൽകണേ, അഥവാ അത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ. വസബ്ബിത്ന, അല്ലാഹുവേ നീ ഞങ്ങളെ അതിൽ ഉറപ്പിച്ചു നിർത്തണേ. 3 കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞ ഒരൊറ്റ വാക്കിൽ ഉൾക്കൊള്ളുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആ ആയത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ. അതുവരെ അള്ളാഹുവിനെ പുകഴ്ത്തി, അള്ളാഹുവിനെ പ്രശംസിച്ചു, അള്ളാഹുവുമായി ഏർപ്പെട്ടിട്ടുള്ള കരാറിനെ കുറിച്ച് പറഞ്ഞു. ശേഷം 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ പ്രാർത്ഥനയാണ്, ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ദുല്ലന വ അർഷിദ്ന വസബ്ബിത്ന. സഹോദരങ്ങളെ, ഈ പറഞ്ഞ അർത്ഥം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇഹ്ദിന എന്ന് പറഞ്ഞാൽ ദുല്ലന വ അർഷിദ്ന വസബ്ബിത്ന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അറിയിച്ചു നൽകണേ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ, അല്ലാഹുവേ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ. ഇഹ്ദിന എന്ന വാക്കിൽ വന്ന 3 കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ഇഹ്ദിന എന്ന വാക്കിലൂടെ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഹിദായത്തുദ് ദലാലത്താണ്. അള്ളാഹുവേ ശരിയായ മാർഗം, സിറാത്തുൽ മുസ്തഖീം, അത് നീ ഞങ്ങൾക്ക് അറിയിച്ചു നൽകണേ. എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്നതിനെ കുറിച്ച് അറിയാൻ സാധിക്കുക, പഠിക്കാൻ സാധിക്കുക എന്നത് വലിയ കാര്യമാണ്. അതോടൊപ്പം വ അർഷിദ്ന, അല്ലാഹുവേ അതിലേക്ക് മാർഗദർശനം നൽകണേ. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ രണ്ടാമത്തെ ഈ കാര്യം കൂടി ചേർത്ത് ചോദിക്കുന്നത്? കാരണം ഹിദായത്തുദ് ദലാല, എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്നത് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഹിദായത്ത് എന്താണെന്ന് അറിയണം, സിറാത്തുൽ മുസ്തഖീം എന്താണെന്ന് അറിയണം. അറിഞ്ഞതിന് ശേഷം ആ സിറാത്തുൽ മുസ്തഖീം പിൻപറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, അബൂ താലിബിന്റെ ചരിത്രം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു അബൂ താലിബ്, പിതൃവ്യൻ. പക്ഷേ ഹിദായത്തുദ് ദലാലത്തിൽ ഒതുങ്ങിപ്പോയി. രണ്ടാമത് പറഞ്ഞ ഹിദായത്തുൽ ഇർഷാദ്, ഹിദായത്തുൽ തൗഫീഖ്, അത് കിട്ടിയില്ല. സന്മാർഗം സ്വീകരിക്കാൻ, സിറാത്തുൽ മുസ്തഖീം സ്വീകരിക്കാൻ അബൂ താലിബിന് ഭാഗ്യം ലഭിച്ചില്ല.
അതുകൊണ്ട് ഓരോ മുസ്ലിമും അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവെ, സിറാത്തുൽ മുസ്തഖീം ഏതാണെന്ന് നീ ഞങ്ങൾക്ക് അറിയിച്ചു നൽകണേ, അതിനെക്കുറിച്ച് പഠിപ്പിച്ചു നൽകണേ, അതോടൊപ്പം അതിലേക്ക് മാർഗദർശനം നൽകണേ, അത് ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ. മൂന്നാമതായി ഷെയ്ഖ് പറഞ്ഞ അർത്ഥം നിങ്ങൾ നോക്കൂ, വസബ്ബിത്ന. ഹിദായത്ത് സിറാത്തുൽ മുസ്തഖീം എന്താണെന്ന് അറിഞ്ഞു, സിറാത്തുൽ മുസ്തഖീം സ്വീകരിച്ചു. മൂന്നാമതായി വേണ്ടത് ആ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കലാണ്. അത് വലിയ കാര്യമാണ്. എത്ര ആളുകളുണ്ട് മുസ്ലിമായി ജനിച്ചു, മുസ്ലിം കുടുംബത്തിൽ ജീവിച്ചു, ഇസ്ലാമിന്റെ പേരുണ്ട്, മസ്ജിദുകളിൽ വന്ന് നിസ്കരിച്ചവനാണ്, ഇസ്ലാം എന്ന ആദർശം പിന്നീട് വലിച്ചെറിയുകയും കുഫർ സ്വീകരിക്കുകയും അതിലായി ജീവിച്ചു മരിക്കുകയും ചെയ്ത എത്ര ആളുകളുണ്ട്. ഇന്നും നമുക്ക് കാണാം ഇസ്ലാമിന്റെ പേരുള്ള എത്ര മതനിഷേധികൾ, എത്ര യുക്തിവാദികൾ, എത്ര നിരീശ്വരവാദികൾ. അള്ളാഹുവിനോട് ഇത് ചോദിക്കുന്നതിന്റെ പ്രാധാന്യം സഹോദരങ്ങളെ എന്തുമാത്രം വലുതാണ്. അള്ളാഹുവെ നീ അറിയിച്ചു നൽകണേ, അള്ളാഹുവെ നീ മാർഗദർശനം നൽകണേ, അള്ളാഹുവെ നീ ഉറപ്പിച്ചു നിർത്തണേ. അള്ളാഹു ഉറപ്പിച്ചു നിർത്തണം, എങ്കിൽ മാത്രമേ സഹോദരങ്ങളെ നമുക്ക് രക്ഷയുള്ളൂ. അള്ളാഹുവിന്റെ ഇരുവിരലുകൾക്കിടയിലാണ് സൃഷ്ടികളുടെ ഹൃദയങ്ങൾ ഉള്ളത്. അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ നേർവയിലാക്കും, അല്ലാത്തവരെ തെറ്റിച്ചു കളയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, അള്ളാഹുവെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. സഹോദരങ്ങളെ, വലിയ കാര്യമാണ്. സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ പരലോകത്ത് നഷ്ടത്തിലായി പോയനെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നോക്കൂ, ഇഹ്ദിന എന്ന ഒരൊറ്റ വാക്ക് 3 കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. ദുല്ലന വ അർഷിദ്ന വ സബ്ബിത്ന. അള്ളാഹുവെ നീ ഞങ്ങൾക്ക് അറിയിച്ചു നൽകണേ, അള്ളാഹുവെ നീ ഞങ്ങൾക്ക് മാർഗദർശനം നൽകണേ, അഥവാ അത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ. വസബ്ബിത്ന, അള്ളാഹുവെ നീ ഞങ്ങൾ അതിൽ ഉറപ്പിച്ചു നിർത്തണേ. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്നു, വസ്സിറാത്ത. ഇവിടെ സിറാത്ത് എന്ന് പറഞ്ഞല്ലോ, സിറാത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം, ഇസ്ലാമാകുന്നു. മാർഗം, പാത എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. വഖീല പറയപ്പെട്ടിരിക്കുന്നു, അർ റസൂൽ, റസൂലാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വഖീല അൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. വൽ കുല്ലു ഹഖ്ഖുൻ, ഈ പറഞ്ഞ 3 വിശദീകരണങ്ങളും ഹക്കാണ്, സത്യമാണ്, യോജിച്ച വിശദീകരണങ്ങളാണ്. ഇസ്ലാം, അർ റസൂൽ, അൽ ഖുർആൻ. പരിശുദ്ധ ഇസ്ലാം എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് നമുക്ക് വന്നു കിട്ടിയത്. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഈ 3ഉം ഉൾക്കൊള്ളുന്നതാണ് അസ്സിറാത്ത്. അതുകൊണ്ട് എല്ലാം ഹക്കാണ്. ഈ പറഞ്ഞ വിശദീകരണങ്ങളെല്ലാം ഹക്കാകുന്നു. വൽ മുസ്തഖീം, മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ, ചൊവ്വായ എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ ഇവജ ഫീഹി, ഒരു വളവുമില്ലാത്തത്, ഒരു വക്രതയുമില്ലാത്തത് എന്നാണ് അർത്ഥം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിന്റെ അർത്ഥം നിങ്ങൾ നോക്കൂ. ഇസ്ലാമാകുന്ന, റസൂലാകുന്ന, പരിശുദ്ധ ഖുർആനാകുന്ന യാതൊരു വളവോ വക്രതയോ ഇല്ലാത്ത നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് അള്ളാഹുവെ നീ ഞങ്ങളെ വഴിചേർക്കണേ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവെ അതിനെക്കുറിച്ച് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു നൽകണേ, അള്ളാഹുവെ അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ, അള്ളാഹുവെ നീ ഞങ്ങളെ അതിൽ ഉറപ്പിച്ചു നിർത്തണേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ഈമാനിന്റെ 6 അടിസ്ഥാനങ്ങൾ ഈ ആയത്തിലുണ്ട്. ഈമാനിന്റെ 6 അടിസ്ഥാനങ്ങൾ ഈ ആയത്തിൽ ഉണ്ട്. ഈമാനിന്റെ 6 അടിസ്ഥാനങ്ങൾ നമുക്കറിയാം. 1 അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോടുള്ള ദുആ ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസമാണ് അതിലൂടെ അറിയിക്കുന്നത്. കാരണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ വിശ്വാസം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മുസ്ലിമാണ് ഇത് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽ ഈമാനു ബില്ലാഹ് എന്നത് ഈ ആയത്തിലുണ്ട്. രണ്ടാമത്തേത് അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളിലുള്ള വിശ്വാസമാണ്. വസ്സിറാത്ത് എന്നതിനെ ഷെയ്ഖ് റഹിമഹുല്ലാ ഇസ്ലാം എന്നും റസൂൽ എന്നും ഖുർആൻ എന്നും പറഞ്ഞു.
അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത്, ഇറക്കി കൊടുത്തത് ജിബ്രീൽ എന്ന മലക്ക് മുഖേനയാണ്. അതുകൊണ്ട് തന്നെ മലക്കുകളിലുള്ള വിശ്വാസം ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ കിതാബുകളിലുള്ള വിശ്വാസമാണ്. ഇവിടെ ശൈഖ് വിശദീകരിച്ചു, അസ്സിറാത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ആകുന്നു. കിതാബുകളിലുള്ള വിശ്വാസം അതിലുണ്ട്. നാലാമത്തേത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്. അർ റസൂൽ എന്ന വിശദീകരണം സിറാത്തിനുണ്ട്. അപ്പോൾ റസൂലുകളിലുള്ള വിശ്വാസം അതിലടങ്ങിയിരിക്കുന്നു. അഞ്ചാമത്തേത് അന്ത്യനാളിലുള്ള വിശ്വാസമാണ്. അന്ത്യനാളിലുള്ള വിശ്വാസം ഈ ആയത്തിലുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ ദുനിയാവിലെ സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ, നേരായ പാതയിൽ ഒരാൾ അടിയുറച്ച് നിന്നാൽ പരലോകത്ത് അള്ളാഹു നരകത്തിന് കുറുകെ നാട്ടിയിട്ടുള്ള സിറാത്തിൽ അതിവേഗത്തിൽ സഞ്ചരിച്ച് സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കും. പരലോകത്തെ സിറാത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, തലമുടിയേക്കാൾ നേർത്തതാണ്, വഴുവഴുപ്പുള്ളതാണ്, കൂരാകൂരിരുട്ടുള്ളതാണ്. ദുനിയാവിലെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പാരായണം ആഖിറത്തിലെ സിറാത്ത് നമ്മെ ഓർമ്മപ്പെടുത്തും. ഇവിടെ എത്ര കണ്ട് നമ്മൾ ഉറച്ചു നിൽക്കുന്നു, അത്ര കണ്ട് ആ സിറാത്തിൽ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ, ഉറച്ചു നിൽക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഓരോരുത്തരും തങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് അതിലൂടെ കടന്നു പോവുക. മിന്നൽ വേഗതയിൽ കടന്നു പോകുന്നവരുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ അതുപോലെയായിരിക്കും. കാറ്റിന്റെ വേഗതയിൽ കടന്നു പോകുന്നവരുണ്ട്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ സഞ്ചരിക്കുന്ന രൂപത്തിൽ അങ്ങനെ പോകുന്നവരുണ്ട്. ഓടുന്നവരുണ്ട്, നടക്കുന്നവരുണ്ട്, ഇഴഞ്ഞു പോകുന്നവരുണ്ട്. ചില ആളുകൾ വെളിച്ചമില്ലാതെ തപ്പിത്തടഞ്ഞ് അങ്ങനെ മുന്നോട്ടു പോകും. തങ്ങളുടെ കർമ്മങ്ങൾ കുറഞ്ഞുപോയതിന്റെ കാരണത്താൽ അവരുടെ വേഗതയും കുറഞ്ഞുപോയി. ദുനിയാവിലെ സിറാത്തുൽ മുസ്തഖീമിലെ അവരുടെ വേഗത കുറവ് ആഖിറത്തിലും അവർക്ക് അനുഭവപ്പെടും. എന്നാൽ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് എങ്കിൽ ഇരുട്ട് നിറഞ്ഞ ആ സിറാത്തിൽ അവിടെ ചിലപ്പോൾ അവർക്ക് പ്രകാശം ലഭിക്കും, അപ്പോൾ മുന്നോട്ടു പോകും. ചിലപ്പോൾ അത് കെട്ടുപോകും. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ആ സിറാത്തിന്റെ ഇരുവശങ്ങളിലും പിടിച്ചുവലിക്കുന്ന മുള്ളുകളും കൊളുത്തുകളുമുണ്ട്. അതിന്റെ പ്രഹരം ഈ ആളുകൾക്ക് ഏൽക്കും. അതിന്റെ പ്രഹരമേറ്റ് ശരീരത്തിൽ നിന്ന് മാംസം നഷ്ടപ്പെട്ട രൂപത്തിൽ ഒരു വിധത്തിൽ സ്വർഗത്തിലെത്തും. വേറെ ചില ആളുകൾ ആ സിറാത്തിൽ നിന്നും നരകത്തിലേക്ക് താഴേക്ക് പതിക്കുകയും ചെയ്യും. ഇപ്പൊ നോക്കൂ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പാരായണം ചെയ്യുമ്പോൾ ആഖിറത്തിലെ സിറാത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈമാനിന്റെ അഞ്ചാമത്തെ കാര്യമാണ്. ആറാമത്തെ കാര്യം അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസമാണ്. ഇഹ്ദിന എന്ന് പറയുമ്പോൾ ഞങ്ങളെ നീ വഴിചേർക്കണേ, അഥവാ ഞങ്ങൾക്ക് അറിയിച്ചു നൽകണേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ, ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖളാ, അള്ളാഹുവിന്റെ തീരുമാനം, അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം സഹോദരങ്ങളെ, മൻ യശഇല്ലാഹു യുദ്ലിൽഹു വമൻ യശഅ യജ്അൽഹു അലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ വലാലത്തിലാക്കും. അഥവാ ആർക്കാണോ വഴികേട് യോജിച്ചത് അവർക്ക് അള്ളാഹു വഴികേട് നൽകും. ആരെയാണോ അള്ളാഹു നേരായ മാർഗത്തിൽ ചേർക്കാൻ ഉദ്ദേശിച്ചത് അവരെ അള്ളാഹു നേരായ മാർഗത്തിലാക്കും, അവരെ ഹിദായത്തിലാക്കും. അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ വിധി, അത് ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ ആയത്താണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നത് പാരായണം ചെയ്യുമ്പോൾ ഹിദായത്തിനെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കുക. അമൂല്യമായ ഒരു കാര്യമാണ് ഹിദായത്ത് എന്നത്. 17 തവണ അള്ളാഹുവിനോട് ആവർത്തിച്ച് നമ്മൾ ഓരോരുത്തരും ചോദിക്കുകയാണ്, അള്ളാഹുവേ, നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ വഴിചേർക്കണേ. ഹിദായത്ത് കിട്ടിയ മുസ്ലിമായ മനുഷ്യനാണ് നിസ്കരിക്കാൻ വരിക. എന്നിട്ട് ആ നിസ്കാരത്തിൽ വീണ്ടും ചോദിക്കുകയാണ്, അള്ളാഹുവേ, നീ ഞങ്ങളെ ഹിദായത്തിലാക്കണേ, നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കണേ. എന്തിനാണത്? നേരത്തെ പറഞ്ഞ 3 അർത്ഥം സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അറിവ്, തൗഫീഖ്, ഉറപ്പിച്ചു നിർത്തൽ.
ഹിദായത്ത് കിട്ടി, ശരി, മുസ്ലിമായി, നിസ്കരിക്കാൻ വന്നു, നിസ്കരിക്കുന്നു, മരണം വരെ ഈ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യം കിട്ടണം. മരിക്കുന്നതിന് മുന്നേ തെറ്റിപ്പോവാൻ പാടില്ല, മരണസമയത്ത് തെറ്റിപ്പോവാൻ പാടില്ല, മുസ്ലിമായി മരിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് 17 തവണ നിർബന്ധമായും, അതല്ലാതെ സുന്നത്ത് നിസ്കാരങ്ങളിൽ വേറെയും നമ്മൾ അള്ളാഹുവിനോട് ഹിദായത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അഥവാ ഹിദായത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ, സിറാത്തുൽ മുസ്തഖീമിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ എന്ന മഹത്തായ പ്രാർത്ഥനയാണ് ഈ ആയത്തിലുള്ളത്. നോക്കൂ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഈ പറഞ്ഞ ആയത്തുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ആരിലുണ്ടോ അയാൾ രക്ഷപ്പെട്ടു. ആർക്കാണ് തൗഫീഖ് കിട്ടിയത്, ആരാണ് ഹിദായത്തിലായത്, ആരാണ് രക്ഷപ്പെട്ടത്, ഈ പറഞ്ഞ ഗുണവിശേഷണങ്ങൾ ഉള്ള ആളുകളാണ്. അഥവാ ഇയ്യാക നഅ്ബുദു അഹ്ലുൽ ഇബാദ, ഇബാദത്തിന്റെ ആളുകൾ, റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ. വ ഇയ്യാക നസ്തഈൻ വൽ ഇസ്തിആന, റബ്ബിനോട് മാത്രം സഹായാർത്ഥന നടത്തുന്ന. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ മാർഗം സിറാത്തുൽ മുസ്തഖീം അത് നീ ഞങ്ങൾക്ക് അറിയിച്ചു നൽകണേ, അതിലേക്ക് നീ മാർഗദർശനം നൽകണേ, അതിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ. ഈ മഹത്തായ പ്രാർത്ഥന ഒരു മുസ്ലിം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറയും, ഇത് എന്റെ അടിമക്കുള്ളതാണ്, എന്റെ അടിമ ചോദിക്കുന്നത് അവനുണ്ട്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അടുത്ത ആയത്തിൽ നമുക്ക് കാണാം അള്ളാഹു പറയുന്നു, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് ആ സിറാത്ത്. ഷെയ്ഖ് പറയുന്നു, ത്വരീഖൽ മുൻഅമി അലൈഹിം, അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച ആളുകളുടെ വഴിയാണ്, പാതയാണത്. അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച ആളുകൾ ആരാണ്? അതാണ് ഷെയ്ഖ് തെളിവായി ഉദ്ധരിച്ചത്. വദ്ദലീലു ഖൗലുഹു തആല, അള്ളാഹുവിന്റെ ആയത്താണ് അതിനുള്ള തെളിവ്. വമൻ യുതഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവർ ഈ പറയപ്പെട്ട ആളുകളാണ്. അള്ളാഹു പറഞ്ഞു, വമൻ യുതഇല്ലാഹ വറസൂല, ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത്, ഫഉലൈക അക്കൂട്ടർ, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു ഏതൊരു കൂട്ടരുടെ മേലാണോ അനുഗ്രഹം ചൊരിഞ്ഞത് അവരുടെ കൂടെയായിരിക്കും. അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞവരാരാൻ? മിനൻ നബിയ്യീൻ, നബിമാർ, വസിദ്ദീഖീൻ, സിദ്ദീഖുമാർ, വശുഹദാ, ശുഹദാക്കൾ, ഇസ്ലാമിനു വേണ്ടി പോരാടി ഷഹീദായ ആളുകൾ, വസ്സാലിഹീൻ, സാലിഹീങ്ങൾ, ഔലിയാക്കന്മാർ, ഇവരുടെ മാർഗത്തിലായിരിക്കും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച ആളുകൾ. അപ്പൊ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞവർ ആരാണ്? നബിമാരും സിദ്ദീഖുമാരും ശുഹദാക്കളും സാലിഹീങ്ങളും. നബിമാരെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ എല്ലാവരും പെട്ടു. അതിലേറ്റവും ശ്രേഷ്ഠനായ നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വസിദ്ദീഖീൻ എന്ന് പറയുമ്പോൾ സിദ്ദീഖുമാർ, സത്യസന്ധന്മാർ എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള സിദ്ദീഖുമാർ. വശുഹദാ, ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി സ്വന്തം ശരീരം റബ്ബിനു വേണ്ടി സമർപ്പിച്ച ആളുകൾ, ബദരീങ്ങളും ഉഹദീങ്ങളും, അതുപോലെയുള്ള അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ, അതുപോലെ ഇസ്ലാമിനു വേണ്ടി പടപൊരുതിയ, അള്ളാഹുവിനു വേണ്ടി പോരാടിയ, എന്നിട്ട് ഷഹാദത്ത് ഏറ്റുവാങ്ങിയ ആളുകൾ. വസ്സാലിഹീൻ, സച്ചരിതരായ ആളുകൾ, ഔലിയാക്കന്മാർ, നല്ല നല്ല ആളുകൾ, അവരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവർ. അള്ളാഹു പറയുന്നു, വഹസുന ഉലൈക റഫീഖ, അവർ എത്ര നല്ല കൂട്ടുകാരാണ്. അള്ളാഹുവിനോട് സിറാത്തുൽ മുസ്തഖീമിനെ ചോദിക്കുമ്പോൾ സഹോദരങ്ങളെ, ഏതാണ് ആ സിറാത്തുൽ മുസ്തഖീം? അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളുടെ മാർഗമാണത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോയ മാർഗമെന്നാൽ ആ മാർഗത്തിന്റെ അങ്ങേയറ്റം അത് സ്വർഗമാണ്. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത്, ദുനിയാവിൽ ഒന്ന് കണ്ണടച്ചു പിടിച്ചേക്കുക, ഒരൽപ്പനേരം കണ്ണടച്ചു പിടിച്ചാൽ ദുനിയാവിലെ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുമ്പോൾ വലതുഭാഗത്തും ഇടതുഭാഗത്തും പിടിച്ചുവലിക്കുന്ന പലതുമുണ്ടാകും. അതിനൊന്നും ചെവി കൊടുക്കാതെ
സിറാത്തുൽ മുസ്തഖീമിൽ നേരായ പാതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആളുകൾ ഏറ്റവും നല്ല ആളുകളാണ്. നബിമാർ, സിദ്ദീഖുമാർ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. ദുനിയാവിൽ ഹറാമിൽ നിന്നും അടച്ചുപിടിച്ച കണ്ണ് തുറക്കുമ്പോൾ സ്വർഗത്തിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച ഈ മഹാന്മാരെയാണ്. നേരെ തിരിച്ചായാൽ സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ പരലോകത്തെ സിറാത്തിൽ വെച്ച് നടക്കാൻ സാധിക്കാതെ നരകത്തിലേക്ക് ചെന്നു പതിച്ച് ആ നരകത്തിലെത്തി കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഫിറഔനിനെയും ഹാമാനിനെയും ഖാറൂനിനെയും പോലെയുള്ള കുഫാറുകളെ, മുശ്രിക്കുകളെ, കുറ്റവാളികളെയാണ് എന്നത് നമ്മൾ ഓർക്കുക. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹുവേ നിന്റെ കോപത്തിന് ഇരയായ ആളുകളുടെ മാർഗത്തിലല്ല. വഹും, അവർ, അൽ യഹൂദ്, യഹൂദികളാണ്. യഹൂദികളും അവരെ പോലെയുള്ള ആളുകളും. അതുപോലെ വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ വഹും അൻ നസാറ, അവർ നസാറാക്കളാണ്, ക്രിസ്ത്യാനികളാണ്, അവരെ പോലെയുള്ള ആളുകളാണ്. എന്താണ് അവരുടെ പ്രശ്നം? യഹൂദികളെ സംബന്ധിച്ചിടത്തോളം മഅഹും ഇൽമുൻ വലം യഅമലു ബിഹി, അവരുടെ അടുക്കൽ വിജ്ഞാനമുണ്ട്, പക്ഷെ അവർ അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. ഷെയ്ഖ് പറയുന്നു, തസ്അലുല്ലാഹ അൻ യുജന്നിബക ത്വരീഖഹും, അല്ലാഹുവിനോട് അവരുടെ മാർഗത്തിൽ നിന്നും അകറ്റി നിർത്താനാണ് നീ ചോദിക്കുന്നത്. നസാറാക്കളെ സംബന്ധിച്ചിടത്തോളം യഅ്ബുദൂനല്ലാഹ അലാ ജഹ്ലിൻ വളലാല, അവർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തത് അവരുടെ വിവരക്കേടിനനുസരിച്ചാണ്, അതുപോലെ വഴികേട് കൊണ്ടാണ്, വഴികേടിനനുസരിച്ചാണ്. തസ്അലുല്ലാഹ അൻ യുജന്നിബക ത്വരീഖഹും, അവരുടെ മാർഗത്തിൽ നിന്നും അകറ്റി നിർത്താൻ അല്ലാഹുവിനോട് നീ ചോദിക്കുകയാണ്. ഇപ്പൊ നോക്കൂ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോൾ എത്ര മഹത്തായ ആശയമാണ് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര മഹത്തായ പ്രാർത്ഥനയാണ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. അല്ലാഹു തആല സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അതിലായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി അടുത്ത ദർസിൽ വിശദീകരിക്കാം. വല്ലാഹു തആല അഅ്ലാ വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.